വെൽക്കം ടു എയ്സാപ്പ്. ഞാൻ ഗ്രീഷ്മ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ഹിസ്റ്ററിയിലെ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പം നമുക്കറിയാം, യൂറോപ്പ് എന്ന് പറയുന്ന വൻകരയിൽ നിന്നും ഏഷ്യയിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലേക്കെത്തിയ ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യ തേടി വന്നിട്ടുണ്ട്. നമുക്കറിയാം, അവരൊക്കെ ആദ്യം വരുന്നത് കച്ചവടത്തിനായിരുന്നു. കുരുമുളകൊക്കെ തേടിയിട്ടാണ് യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വരുന്നത്. അത് പിന്നീട് അധികാരം എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലോട്ട് അത് മാറുകയും ചെയ്തു. അപ്പം അതിൽ നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ടത്, യൂറോപ്പ് എന്ന് പറയുന്ന വൻകരയിൽ നിന്നും കടൽ മാർഗം ഇന്ത്യയിലേക്കെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് ആര്? പോർച്ചുഗീസുകാരെന്ന് പറയുന്നത്. ഓർത്തു വയ്ക്കുക, കടൽ മാർഗം ഇന്ത്യയിലേക്കെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ പോർച്ചുഗീസുകാർക്ക് ശേഷം വന്നിട്ടുള്ള അടുത്ത യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് ഡച്ചുകാരാണ്. നെതർലൻഡ് എന്ന് വന്ന ആളുകളാണ്. ഇനി അടുത്തത് വരുന്നത് ബ്രിട്ടീഷുകാരാണ്. ഓർത്തു വയ്ക്കണം, കടൽ മാർഗം ഇന്ത്യയിലേക്കെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തിയുടെ പേരാണെന്ത്? ഫ്രഞ്ചുകാർ, അഥവാ ഫ്രാൻസിൽ നിന്നെത്തിയ ആളുകൾ. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ആദ്യം വന്ന പോർച്ചുഗീസുകാരാണ് അവസാനം ഇന്ത്യ വിട്ടു പോകുന്നത്. ആദ്യം വന്ന പോർച്ചുഗീസുകാരാണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിലുണ്ടായിരുന്ന യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓർത്തു വയ്ക്കണം, രണ്ടാമതെത്തിയ ഡച്ചുകാരാണ് ആദ്യം ഇന്ത്യ വിട്ടു പോകുന്നതും. ആദ്യം ഇന്ത്യ വിട്ടുപോയത് ഡച്ചുകാരായിരുന്നു. രണ്ടാമത് ഇന്ത്യയിലേക്ക് എത്തിയ യൂറോപ്യൻ ശക്തിയായിട്ടുള്ള ഡച്ചുകാരാണ് ആദ്യം ഇന്ത്യ വിട്ടു പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം വന്ന യൂറോപ്യൻ ശക്തിയുടെ പേരാണ് പോർച്ചുഗീസുകാർ. രണ്ടാമത് വന്നതാണ് ഡച്ചുകാർ. അവർക്ക് ശേഷം വന്നതാണ് ബ്രിട്ടീഷുകാർ. ഏറ്റവും ഒടുവിൽ ഇന്ത്യയിലേക്ക് എത്തിയ യൂറോപ്യൻ ശക്തിയുടെ പേരാണെന്ത്? ഫ്രഞ്ചുകാർ, അഥവാ ഫ്രാൻസ് എന്ന് പറയുന്നത്. ഇനി കരമാർഗം നിരവധി രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് ആദ്യം തന്നെ വ്യാപാരത്തിനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് കടൽ മാർഗം, യൂറോപ്യന്മാർക്ക് കടൽ മാർഗം പുതിയൊരു പാത കണ്ടെത്താൻ കാരണമാകുന്നത് 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഒരു പ്രദേശം പിടിച്ചെടുക്കുന്നു. അതായത് യൂറോപ്പിനും ഏഷ്യക്കും ഇടയിലുള്ള ഈ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമായിരുന്നു ഇത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ പൂർണ്ണമായിട്ടും ആര് കൈവശപ്പെടുത്തുന്നു? തുർക്കികൾ കൈവശപ്പെടുത്തുന്നു. അപ്പം അതുകൊണ്ട് തന്നെ കരമാർഗമുള്ള പാത പൂർണ്ണമായിട്ടും യൂറോപ്യന്മാർക്ക് അവിടെ വെച്ച് അടയുകയാണ് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് ഏഷ്യയിലേക്ക് വരാനുള്ളത്. അപ്പം അത് കടൽ മാർഗം ഒരു പുതിയ പാത കണ്ടെത്താൻ വേണ്ടിയിട്ട് യൂറോപ്യന്മാർ നിർബന്ധിതരാവുകയും ചെയ്യുന്നു. അപ്പോൾ ഓർത്തു വയ്ക്കുക, 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതാണ് യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്ക് കടൽ മാർഗം പുതിയ പാത കണ്ടെത്താൻ യൂറോപ്യന്മാർ നിർബന്ധിതരായത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, 1492 സ്പെയിനിൻ്റെ നേതൃത്വത്തിൽ കൊളംബസ് എന്ന് പറയുന്ന നാവികൻ ഇന്ത്യ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ ഏത് വർഷമാണെന്ന് ഓർത്തു വയ്ക്കണം, 1492. അപ്പം അദ്ദേഹം ഇറ്റലിക്കാരനാണ്. സ്പെയിനിൻ്റെ നേതൃത്വത്തിലാണ് അദ്ദേഹം ഇന്ത്യ കണ്ടെത്താനുള്ള, അല്ലെങ്കിൽ ഏഷ്യയിലേക്കൊക്കെ വരാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? കൊളംബസ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, 1492 സ്പെയിനിൻ്റെ നേതൃത്വത്തിൽ കൊളംബസ് എന്ന നാവികൻ ഇന്ത്യ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നു. അപ്പം അദ്ദേഹം ഇന്ത്യ എന്ന് കരുതി എത്തിച്ചേർന്നത് തെക്കേ അമേരിക്കയിലുള്ള ബഹാമസ് എന്ന് പറയുന്ന ദ്വീപിലായിരുന്നു. ഓർത്തു വയ്ക്കുക, അദ്ദേഹം ഇന്ത്യ എന്ന് കരുതി എത്തിച്ചേർന്നത് എവിടെയായിരുന്നു? തെക്കേ അമേരിക്കയിലുള്ള ബഹാമസ് എന്ന് പറയുന്ന ദ്വീപിലായിരുന്നു. അപ്പം അദ്ദേഹം അവിടുത്തെ ജനങ്ങളെ വിശേഷിപ്പിച്ചതായിരുന്നു. അതായത് ഇവിടുത്തെ ജനങ്ങളെ കൊളംബസ് എന്താ വിശേഷിപ്പിക്കുന്നത്? റെഡ് ഇന്ത്യൻസ് എന്നായിരുന്നു. അപ്പം അദ്ദേഹം ഇന്ത്യ എന്ന് കരുതി തെറ്റിദ്ധരിച്ചിട്ട് അവിടുത്തെ ആളുകളെ വിശേഷിപ്പിച്ചത് എങ്ങനെയായിരുന്നു? റെഡ് ഇന്ത്യൻസ് എന്നാണ്. ഇനി കടൽ മാർഗം ഇന്ത്യ കണ്ടെത്താനുള്ള ശ്രമത്തിൽ വിജയിച്ചത് പോർച്ചുഗീസുകാരാണ്. കടൽ മാർഗം ഇന്ത്യ കണ്ടെത്താനുള്ള ശ്രമത്തിൽ വിജയിച്ച യൂറോപ്യൻ ശക്തിയാണ് ആര്? പോർച്ചുഗീസുകാരെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് പോർച്ചുഗീസുകാരുടെ വരവിനെ കുറിച്ചിട്ടാണ്, കടൽ മാർഗം അവർ വന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തി ആരാണെന്ന് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് നമ്മളോട്. ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന യൂറോപ്യൻ ശക്തിയും ആര് തന്നെയാണ്? പോർച്ചുഗീസുകാർ തന്നെയാണ്. അപ്പോൾ പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ടു പോകുന്നത് 1961 ചോദിച്ചിട്ടുള്ളതാണ്. 1961
ഗോവയിൽ നിന്നാണ് അവരെ ഒഴിപ്പിക്കുന്നത്. അപ്പം അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഓർത്തു വയ്ക്കുക, ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിലുണ്ടായിരുന്ന യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാർ തന്നെയാണ്. ഇനി 1488 ഏത് വർഷമാണ്? 1488 പോർച്ചുഗലിലെ ഒരു നാവികനായിരുന്നു ബർത്തലോമിയ ഡയസ് എന്ന് പറയുന്നത്. ആരാണ്? ബർത്തലോമിയ ഡയസ്. അപ്പം 1488 നമ്മുടെ പോർച്ചുഗൽ നാവികനായിരുന്ന ബർത്തലോമിയ ഡയസ് ഇന്ത്യ കണ്ടെത്താനുള്ള, കടൽ മാർഗം ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു ശ്രമം നടത്തുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹം ആഫ്രിക്കൻ തീരങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള മുനമ്പിലെത്തിച്ചേരുന്നു. പുറത്തു വയ്ക്കണം, 1488 ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയ ഡയസ് എന്ന് പറയുന്നത്. നോക്കുക, 1488 നമ്മുടെ പോർച്ചുഗലിലെ ഒരു നാവികനായിരുന്ന ബർത്തലോമിയ ഡയസ് ഇന്ത്യ കണ്ടെത്താനുള്ളൊരു ശ്രമം നടത്തുന്നു. അപ്പം അദ്ദേഹം ആഫ്രിക്കൻ തീരങ്ങൾ വഴി സഞ്ചരിച്ചിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്താനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 1488 ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റിയ പോർച്ചുഗീസ് നാവികൻ്റെ പേരാണ് ബർത്തലോമിയ ഡയസ് എന്ന് പറയുന്നത്. അപ്പോൾ ബർത്തലോമിയ ഡയസ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്തിലൂടെ സഞ്ചരിച്ചിട്ട് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള മുനമ്പിൽ എത്തിച്ചേർന്നെങ്കിലും ആ മുനമ്പ് ചുറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അത് ചുറ്റിക്കഴിഞ്ഞാൽ നേരെ എവിടത്തേക്ക് പ്രവേശിക്കാൻ പറ്റും? ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ബർത്തലോമിയ ഡയസിന് എങ്ങനെ ആ മുനമ്പ് ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പം ആ സമയം നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന അത്യുഗ്രമായിട്ടുള്ള കൊടുങ്കാറ്റും തിരമാലകളൊക്കെ കാരണം അദ്ദേഹത്തിന് ഈ മുനമ്പ് ചുറ്റിയിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പം അങ്ങനെ ദിവസങ്ങളും മാസങ്ങളോളം അദ്ദേഹം അവിടെ തുടർന്നെങ്കിലും ആ ശ്രമത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ മുനമ്പിന്, ഈ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള ഈ മുനമ്പിനെ ബർത്തലോമിയ ഡയസ് കൊടുത്ത പേരായിരുന്നു എന്ത്? കൊടുങ്കാറ്റുകളുടെ മുനമ്പ് എന്ന് പറയുന്നത്. എന്താ വിശേഷിപ്പിച്ചത് അദ്ദേഹം ബർത്തലോമിയ ഡയസ്? കൊടുങ്കാറ്റുകളുടെ മുനമ്പ്. എന്നാൽ ഈ കൊടുങ്കാറ്റുകളുടെ മുനമ്പൊക്കെ, അതായത് ഈ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള ഈ മുനമ്പ് ചുറ്റിക്കഴിഞ്ഞാൽ നേരെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ പോർച്ചുഗൽ രാജാവ് ആ മുനമ്പിന് ഒരു പേര് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ മുനമ്പിനെ വിശേഷിപ്പിക്കുന്നു. എന്താ? ശുഭപ്രതീക്ഷ മുനമ്പ്. എങ്ങനെ പോർച്ചുഗൽ രാജാവ് വിശേഷിപ്പിച്ചത്? ശുഭപ്രതീക്ഷ മുനമ്പ് എന്നായിരുന്നു അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത്. ഇനി ശ്രദ്ധിക്കണം, 1497 ജൂലൈ 8 പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമയും കൂട്ടരും ഇന്ത്യ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തുന്നു. അപ്പോൾ അദ്ദേഹം പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ലിസ്ബണിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര പുറപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഗാമയും കൂട്ടരും സഞ്ചരിച്ചത് 3 കപ്പലുകളിലായിട്ടാണ് അവർ ഇന്ത്യയിലേക്ക് വന്നിരുന്നത്, ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. അപ്പം ഇതിൽ നമ്മുടെ വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേരാണ് സാവോ ഗബ്രിയേൽ എന്ന് പറയുന്നത്. ഏത് കപ്പലിൽ അദ്ദേഹം യാത്ര തിരിക്കുന്നത്? സാവോ ഗബ്രിയേൽ. അതേസമയം ഗാമയെ ആഗമിച്ചെത്തിയ 2 കപ്പലുകളാണ് സാവോ ബെറിയോ, സാവോ റാഫേലും. ഏതൊക്കെയാണ്? സാവോ ബെറിയും സാവോ റാഫേലും. അപ്പം അത് വാസ്കോ ഡ ഗാമയും കൂട്ടരും ബർത്തലോമിയ ഡയസിൻ്റെ അതേ സഞ്ചാരപാതയൊക്കെ പിന്തുടർന്ന് ആഫ്രിക്കൻ തീരങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് ഈ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റിയിട്ട് നേരെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് വാസ്കോ ഡ ഗാമയെ കൊണ്ട് സാധിക്കുന്നു. അങ്ങനെ 1498 മെയ് 20 എന്നാണ് 1498 മെയ് 20 നമ്മുടെ കോഴിക്കോട് ജില്ലയിലുള്ള ചെമഞ്ചേരിയിലെ കാപ്പാട് കടപ്പുറത്ത് വാസ്കോ ഡ ഗാമയും കൂട്ടരും കപ്പലിറങ്ങിയതോട് കൂടിയിട്ട് ഇന്ത്യയിൽ ഒരു യൂറോപ്യൻ യുഗത്തിന് തുടക്കം കുറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തു വയ്ക്കണം, വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് എത്തിയ വർഷം നിരവധി തവണ ചോദിച്ചിട്ടുള്ളതാണ്. 1498 മെയ് 20. അപ്പം അദ്ദേഹം എവിടെയാണ് കപ്പലിറങ്ങുന്നത്? കാപ്പാടാണ് കപ്പലിറങ്ങിയിട്ടുള്ളത്, അല്ലേ? കാപ്പാട് പന്തലായിനി ബീച്ചിലാണ് അദ്ദേഹം കപ്പലെടുപ്പിക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഗാമയുടെ കൂടെ
ഗാമയുടെ കൂടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ്റെ പേരും PSC ചോദിച്ചിട്ടുള്ളതാണ്. അൽവാരോ വെൻഹോവ്. ആരാ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന നാവികൻ്റെ പേരെന്താ? അൽവാരോ വെൻഹോവ് ആണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വാസ്കോഡ് ഗാമയും കൂട്ടരും ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കോഴിക്കോട് എത്തുന്ന സമയത്ത്, കോഴിക്കോടിൻ്റെ വ്യാപാര കുത്തക കൂടുതലും കൈവശം വെച്ചിരുന്നത് നമ്മുടെ അറബികളായിരുന്നു. കൂടുതലും അവരാണ് വ്യാപാരം നടത്തിയിരുന്നത്. അതേസമയം കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിയായിരുന്നു, അല്ലെ? കോഴിക്കോട് ഭരണാധികാരികൾ അറിയപ്പെടുന്നത് സാമൂതിരിമാരെന്ന പേരിലാണ്. അപ്പോൾ സാമൂതിരിയായിരുന്നു. അപ്പം നമ്മുടെ സാമൂതിരി എല്ലാ ആതിഥ്യ മര്യാദകളോടും കൂടിയിട്ട് വാസ്കോഡ് ഗാമേനെയും കൂട്ടരെയും അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നു. പക്ഷേ ഗാമ 2 കാര്യങ്ങൾ സാമൂതിരിയോട് മുന്നോട്ട് വയ്ക്കുന്നു. അതിലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അറബികൾ അടക്കമുള്ള വ്യാപാരികളെ കോഴിക്കോട് നിന്നും പുറത്താക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോഴിക്കോട് പോർച്ചുഗീസുകാർക്ക് വാണിജ്യത്തിനാവശ്യമായിട്ടുള്ള കൂടുതൽ സ്ഥലങ്ങൾ, കൂടുതൽ സൗകര്യങ്ങൾ ആര് ചെയ്തു കൊടുക്കണം? സാമൂതിരി ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നു. അപ്പം ഇത് രണ്ടും ആര് നിരസിക്കുന്നു? സാമൂതിരി നിരസിക്കുന്നു. അങ്ങനെ ഒരു ഓഗസ്റ്റ് പകുതി വരെ കോഴിക്കോട് തുടർന്ന വാസ്കോഡ് ഗാമയും കൂട്ടരും പിന്നെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം തിരിച്ച് എവിടത്തേക്ക് തന്നെ യാത്ര തിരിക്കുന്നു? ലിസ്ബണിലേക്ക് തന്നെ മടങ്ങുന്നു. അപ്പം അങ്ങനെ യാത്രാമധ്യേ അദ്ദേഹം നമ്മുടെ കണ്ണൂരിലെ, എവിടത്തെയാണ്? കണ്ണൂരിലെ കോലോത്തിരി രാജാവിൻ്റെ ക്ഷണപ്രകാരം, ആരുടെ ക്ഷണപ്രകാരം? കോലോത്തിരി രാജാവിൻ്റെ ക്ഷണപ്രകാരം എവിടെ വന്നിറങ്ങുന്നു? കണ്ണൂരിൽ ഇറങ്ങുന്നു. അപ്പം കണ്ണൂരിലെ കോലോത്തിരി രാജാവ് പറയുന്നു, അതായത് വാണിജ്യത്തിനാവശ്യമായിട്ടുള്ള, പോർച്ചുഗീസുകാർക്ക് വാണിജ്യത്തിനാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കോലോത്തിരി രാജാവ് ചെയ്തു കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ അവിടെ നിന്ന് കുരുമുളക് അടക്കമുള്ള ചരക്കുകൾ കയറ്റിയിട്ട് അദ്ദേഹം എവിടത്തേക്ക് തന്നെ മടങ്ങുന്നു? അതേ വർഷം 1498 നവംബർ മാസമാകുമ്പോഴത്തേക്കും അദ്ദേഹം എവിടത്തേക്ക് തന്നെ തിരിച്ച് യാത്ര തിരിക്കുന്നു? ലിസ്ബണിലേക്ക് തന്നെ മടങ്ങുന്നു. ഇനി അപ്പം നിങ്ങൾ ഓർത്ത് വയ്ക്കണം, 1498 നവംബറിൽ കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട ഗാമ 1499 ലിസ്ബണിലേക്ക് തിരിച്ചെത്തുന്നു. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ആ യാത്രയ്ക്ക്, ഇന്ത്യയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആ യാത്രയ്ക്ക് ചിലവായതിൻ്റെ 60 മടങ്ങോളം സമ്പാദിച്ചിട്ടായിരുന്നു വാസ്കോഡ് ഗാമയും കൂട്ടരും എവിടെ തിരിച്ചെത്തിയിരുന്നത്? ലിസ്ബണിൽ തിരിച്ചെത്തിയിരുന്നത്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, കടൽ മാർഗം ഇന്ത്യയിലേക്കെത്തിയ ആദ്യത്തെ യൂറോപ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വാസ്കോഡ് ഗാമയാണ്. കടൽ മാർഗം ഇന്ത്യയിലേക്കെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിട്ട് ആരും മാറിക്കഴിഞ്ഞു? പോർച്ചുഗീസുകാരും മാറിക്കഴിഞ്ഞു. ഇനി ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച, അതായത് വാസ്കോഡ് ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് ആരാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ഡോക്ടർ മാനുവൽ ഒന്നാമനാണ്. അതേസമയം അദ്ദേഹം എന്താ വിശേഷിപ്പിച്ചത്? ഗാമയെ എന്താ വിശേഷിപ്പിക്കുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി. ഇപ്പം എങ്ങനെ വിശേഷിപ്പിക്കുന്നത്? ഇങ്ങനെ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി. ഓർത്തു വയ്ക്കണം, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് ഡോക്ടർ മാനുവൽ ഒന്നാമൻ വിശേഷിപ്പിച്ചത് ആരെയാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്? വാസ്കോഡ് ഗാമയാണ്. ഇനി നോക്കുക, നമ്മൾ പറഞ്ഞു വാസ്കോഡ് ഗാമ ആദ്യം ഇന്ത്യയിലേക്ക് എത്തിയ വർഷമാണേത്? 1498. ഇനി ഗാമ മൂന്ന് പ്രാവശ്യമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. 3 തവണയാണ് വന്നിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വരവെന്ന് പറയുന്നത് 1502 എന്നാ വരുന്നത്? 1502. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അപ്പം അദ്ദേഹം രണ്ടാമത് വന്നിറങ്ങുന്നത് എവിടെയാണ്? നമ്മുടെ ഗോവയിലാണ്. രണ്ടാമത് അദ്ദേഹം ഇറങ്ങിയത് ഗോവയിലെ 5 ദ്വീപ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. 1503 ഗാമ ലിസ്ബണിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. ഇനി വാസ്കോഡ് ഗാമയുടെ മൂന്നാമത്തെ വരവെന്ന് പറയുന്നത് 1524. ഏത് വർഷം അദ്ദേഹം ഏറ്റവും ഒടുവിലായിട്ട് വരുന്നത്? 1524. അപ്പം അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആദ്യത്തെ, അതായത് ആദ്യം വരുന്നതും രണ്ടാമത് വരുന്നതൊക്കെ അദ്ദേഹം എങ്ങനെയാണ് വരുന്നത്? നാവികനായിട്ടാണ് വരുന്നത്. പോർച്ചുഗീസ് നാവികൻ എന്ന് പറയുന്ന പദവിയോട് കൂടിയിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ വരവ്, ഒടുവിലത്തെ വരവെന്ന് പറയുന്നത് പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടായിരുന്നു. ആരാണ്? പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ്. അപ്പം നിങ്ങൾ ഓർത്തു വയ്ക്കണം, 1524 മൂന്നാമത് ഇന്ത്യയിലെത്തുന്നത് പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ്. അതേ വർഷം ഡിസംബർ 24 അദ്ദേഹം ഇന്ത്യയിൽ വെച്ച് അന്തരിക്കുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം
ആദ്യം അടക്കം ചെയ്തത് നമ്മുടെ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ തന്നെ ആദ്യ പള്ളിയായിട്ടുള്ള സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. എവിടെയാണ്? കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. അപ്പം നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്, അതായത് നമ്മുടെ വാസ്കോഡ് ഗാമ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിൽ ആദ്യ പള്ളി എന്നറിയപ്പെടുന്നത് ഏതാണ്? കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ്. അവിടെയാണ് വാസ്കോഡ് ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തിരുന്നത്. 1539 കാലഘട്ടമാകുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എവിടത്തേക്ക് തന്നെ മാറ്റുന്നു? പോർച്ചുഗലിലേക്ക് തന്നെ, ലിസ്ബണിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ ഓർത്തു വയ്ക്കുക, വാസ്കോഡ് ഗാമ ആദ്യം എത്തിയ വർഷമാണ് ഇന്ത്യയിലേക്ക് 1498. അപ്പം അദ്ദേഹം രണ്ടാമത് വരുന്നത് 1502 അദ്ദേഹം മൂന്നാമത് ഇന്ത്യയിലേക്ക് എത്തിയത് എപ്പോഴാണ്? 1524. അപ്പോൾ ഇവിടെ ഓർത്തു വയ്ക്കേണ്ടത്, മൂന്നാമത്തെ വരവ് എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറയുന്ന സ്ഥാനപ്പേരോട് കൂടിയിട്ടാണ് അദ്ദേഹം മൂന്നാമതായിട്ട് ഇന്ത്യയിലെത്തുന്നത്. ആദ്യത്തെ 2 പ്രാവശ്യം എങ്ങനെയാണ് വരുന്നത്? നാവികനായിട്ടാണ്. പോർച്ചുഗീസ് നാവികൻ എന്ന് പറയുന്ന പദവിയോട് കൂടിയിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയിരുന്നത്. ഇനി ചോദിച്ചിട്ടുള്ളതാണ്, ഇത് രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്, ഇന്ത്യയിലേക്ക് ആഫ്രിക്കൻ വൻകര ചുറ്റിക്കൊണ്ട് പുതിയ സമുദ്രമാർഗം കണ്ടെത്തിയ പോർച്ചുഗീസ് നാവികൻ്റെ പേരാണ് വാസ്കോഡ് ഗാമ. ശ്രദ്ധിക്കണം, ഇന്ത്യയിലേക്ക് ആഫ്രിക്കൻ വൻകര ചുറ്റിക്കൊണ്ട് പുതിയ സമുദ്രമാർഗം കണ്ടെത്തിയ പോർച്ചുഗീസ് നാവികൻ്റെ പേരാണ് വാസ്കോഡ് ഗാമ. അപ്പം ഗാമയുടെ വരവിനെ ഏഷ്യയുടെ തന്നെ ചരിത്രത്തിലെ വാസ്കോഡ് ഗാമ യുഗത്തിന് തുടക്കം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ്റെ പേരാണ് സർദാർ KM പണിക്കർ. അപ്പോൾ രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്, PSC ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യനാണ്, രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, വാസ്കോഡ് ഗാമ. ഇനി നോക്കുക, വാസ്കോഡ് ഗാമയ്ക്ക് ശേഷം നമ്മുടെ പോർച്ചുഗീസ് രാജാവ് ഇന്ത്യയിലേക്ക് അയച്ച അടുത്ത നാവികൻ്റെ പേരാണെന്ത്? പെട്രോ അൽവാരിസ് കബ്രാൾ. ആരാണ്? പെട്രോ അൽവാരിസ് കബ്രാൾ. അപ്പോൾ ഓർത്തു വയ്ക്കണം, വാസ്കോഡ് ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലെത്തിയ നാവികൻ്റെ പേരാണെന്ത്? കബ്രാൾ എന്ന് പറയുന്നത്. ഇനി കബ്രാൾ കോഴിക്കോടേക്ക് വരുന്നത് ഏത് വർഷമാണ്? 1500. ഏത് വർഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്? 1500. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കേട്ടിട്ടുണ്ട് ബ്രസീൽ എന്ന് പറയുന്നൊരു രാജ്യം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കണം, ബ്രസീൽ കണ്ടെത്തിയ പോർച്ചുഗീസ് നാവികൻ കൂടിയാണ് കബ്രാൾ എന്ന് പറയുന്നത്. ഏതാ കണ്ടെത്തുന്നത്? ബ്രസീൽ കണ്ടെത്തിയത്. ഇനി നമ്മുടെ കബ്രാളിൻ്റെയും ലക്ഷ്യം എന്ത് തന്നെയായിരുന്നു? കബ്രാളിൻ്റെ ലക്ഷ്യം അറബികളുടെ വ്യാപാര കുത്തക തകർക്കുക. എന്നിട്ട് ആ അധികാരം ആര് നേടിയെടുക്കുക? പോർച്ചുഗീസുകാർ നേടിയെടുക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കബ്രാളിൻ്റെ പ്രതിനിധിയായി എത്തിയിട്ട് കോഴിക്കോട് ഭരണാധികാരിയായിരുന്ന സാമൂതിരിയുമായി ധാരണയിലെത്തി കോഴിക്കോട് ഒരു വ്യവസായശാല പണിയാനുള്ള അനുവാദമൊക്കെ നേടിയെടുത്ത ഉദ്യോഗസ്ഥൻ്റെ പേരാണെന്ത്? ഐറസ് കൊറിയ. ആരാണ്? ഐറസ് കൊറിയ. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഐറസ് കൊറിയനെയും നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ടതാണ്. കബ്രാളിൻ്റെ പ്രതിനിധിയായിട്ട് എത്തിയിട്ട് സാമൂതിരിയുമായിട്ടൊക്കെ ഒരു ചർച്ച നടത്തിയ ആളുടെ പേരാണെന്ത്? ഐറസ് കൊറിയ എന്ന് പറയുന്നത്. ഇനി അറബികളെ വ്യാപാരത്തിലൂടെ മത്സരിച്ചിട്ട് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ കബ്രാൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴിക്കോട് ഉണ്ടായിരുന്ന അറബികൾ അടക്കമുള്ള ആളുകളുടെ കപ്പലുകളെല്ലാം തകർക്കുന്നു. അതിലത്തെ ജീവനക്കാരെ എല്ലാം അദ്ദേഹം കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പം തിരിച്ച് നമ്മുടെ കബ്രാളിനെതിരെയും ആക്രമണം ഉണ്ടായപ്പോൾ, സാമൂതിരിയുടെ ഭാഗത്തു നിന്നും അറബികളുടെ ഭാഗത്തു നിന്നൊക്കെ തിരിച്ച് അദ്ദേഹത്തിനെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ കബ്രാൾ നേരെ സാമൂതിരിയുടെ ശത്രുവായിട്ടുള്ള കൊച്ചി രാജാവിൻ്റെ അടുത്ത് അഭയം പ്രാപിക്കുന്നു. എവിടെയാണ്? കൊച്ചി രാജാവിൻ്റെ അടുത്ത്. അവിടുന്ന് 1501 കാലഘട്ടമാക്കുമ്പോഴത്തേക്കും കബ്രാൾ എന്ത് ചെയ്യുന്നു? തിരിച്ച് ലിസ്ബണിലേക്ക് തന്നെ മടങ്ങുന്നു. അപ്പോൾ നിങ്ങൾ ഓർത്തു വയ്ക്കണം, കബ്രാളിനെയും ആര് ക്ഷണിക്കുന്നുണ്ട്? യാത്രാമധ്യേ നമ്മുടെ കോലോത്തിരി രാജാവിൻ്റെ ക്ഷണപ്രകാരം അദ്ദേഹം കണ്ണൂരിൽ ഇറങ്ങുന്നു. കണ്ണൂരിൽ നിന്ന് ചരക്കുകളെല്ലാം കയറ്റിയിട്ടാണ് കബ്രാളും എവിടെ തിരിച്ചെത്തുന്നത്? ലിസ്ബണിൽ തിരിച്ചെത്തുന്നത്. അപ്പം ആ യാത്രയിൽ കബ്രാളിനും ചിലവായതിൻ്റെ ഇരട്ടിയോളം സമ്പാദിച്ചിട്ടായിരുന്നു അദ്ദേഹവും മടങ്ങിയെത്തിയിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പോർച്ചുഗൽ രാജാവ് അതൊന്നും അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാവുന്നില്ല. അപ്പം അദ്ദേഹം മൂന്നാമതൊരു സംഘത്തിനെ, കബ്രാൾ ലിസ്ബണിൽ തിരിച്ചെത്തുന്നതിന് മുൻപ് തന്നെ മൂന്നാമതൊരു സംഘത്തിനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു നാവിക സംഘത്തിനെ. അപ്പം അത് ജാവോഡ നോവയായിരുന്നു. ആരാണ്? ജാവോഡ നോവ. അപ്പം നിങ്ങൾ ഓർത്ത് വയ്ക്കണം,
പോർച്ചുഗീസ് രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം മൂന്നാമത് ഇന്ത്യയിലെത്തിയ നാവിക സംഘത്തിൻ്റെ പേരാണ്, നാവിക സംഘത്തെ നയിച്ചത് ജാവോഡ നോവയായിരുന്നു. അപ്പം നോവക്ക് നമ്മുടെ സാമൂതിരി അദ്ദേഹം നേരെ കോഴിക്കോടേക്ക് എത്തിയില്ല, ബാക്കി രണ്ടുപേരും കോഴിക്കോടേക്കാണ് വരുന്നത് നേരെ. അപ്പം അദ്ദേഹത്തിനെ നമ്മുടെ സാമൂതിരിക്ക് പോർച്ചുഗീസുകാരോടുള്ള വിരോധം മനസ്സിലാക്കിയ നോവ എന്ത് ചെയ്യുന്നു, കോഴിക്കോട് കപ്പലടുപ്പിക്കാതെ നേരെ കൊച്ചിയിലും കണ്ണൂരിലും മാത്രമേ കപ്പലടുപ്പിച്ചുള്ളൂ. അവിടുന്ന് ചരക്കുകളൊക്കെ കയറ്റിയിട്ടാണ് അദ്ദേഹവും ഇവിടെ തിരിച്ചെത്തുന്നത്, നമ്മുടെ ലിസ്ബണിലേക്ക് തിരിച്ചെത്തിയത്. അപ്പം ഇവിടെ നിങ്ങൾ 3 പേരുകൾ ശ്രദ്ധിക്കണം. അതായത് അതിലൊന്ന് ആദ്യമെത്തിയ നാവികൻ്റെ പേരാണ് നമ്മുടെ വാസ്കോഡ് ഗാമ. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായി എത്തിയ ആളുടെ പേരാണ് എന്ത്, പെട്രോ അൽവാരിസ് കബ്രാള്. കബ്രാളിൻ്റെയും പ്രതിനിധിയായി എത്തിയ ആളുടെ പേരാണ് എന്ത്, ജാവോഡ നോവ. 3 പോർച്ചുഗീസ് നാവികന്മാരാണ്. അപ്പം ഇതുവരെ നമ്മുടെ പോർച്ചുഗീസുകാർ, അതായത് പോർച്ചുഗീസിൽ നിന്ന് എത്തിയത് നാവികന്മാരായിരുന്നു, പോർച്ചുഗലിൽ നിന്ന് എത്തിയത് നാവികന്മാരായിരുന്നു. അപ്പം നമ്മുടെ പോർച്ചുഗൽ രാജാവിൻ്റെ ലക്ഷ്യം ഇങ്ങനെ പതുക്കെ മാറുകയാണ്. ആദ്യം വ്യാപാരമായിരുന്നു, വ്യാപാര ബന്ധം, നല്ല കച്ചവട ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു അവരുടെയൊക്കെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് പതുക്കെ ആ ലക്ഷ്യം മാറുന്നു. ഏതിലോട്ട്? ഇന്ത്യയിൽ കൂടുതൽ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തുക. അപ്പോൾ ഓർത്തു വയ്ക്കണം, നമ്മുടെ ഇന്ത്യയിലെ കൂടുതൽ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തുന്നതിനായിട്ട് പോർച്ചുഗീസ് രാജാവ് അയച്ച രാജപ്രതിനിധി ഇന്ത്യയിൽ അറിയപ്പെട്ട പേരാണ് എന്ത്, പോർച്ചുഗീസ് വൈസ്രോയ്. എങ്ങനെയാണ് അവരറിയപ്പെട്ടിരുന്നത്? പോർച്ചുഗീസ് വൈസ്രോയ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയുടെ പേരാണെന്ത്, ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അപ്പോൾ അൽമേഡയുടെ ഭരണ കാലഘട്ടം, വൈസ്രോയി ആയിട്ട് അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് 1505 മുതൽ 1509 വരെയാണ്. എത്ര മുതൽ എത്ര വരെയാണ്? 1505 മുതൽ 1509 വരെയാണ്. ഇനി നമ്മുടെ അൽമേഡയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, കോഴിക്കോട് പോർച്ചുഗീസുകാരുടെ വ്യാപാര കുത്തക നിലനിർത്തുക. അറബികൾ അടക്കമുള്ളവരെ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ആ കുത്തക ആര് തന്നെ നിലനിർത്തുക? പോർച്ചുഗീസുകാർ നിലനിർത്തുക. 2, ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സമുദ്ര ആധിപത്യം നിലനിർത്തുക എന്നുള്ളതായിരുന്നു. നമുക്കറിയാം, പോർച്ചുഗീസുകാരാണ് കടൽ മാർഗം പുതിയൊരു പാത കണ്ടെത്തുന്നത്, പുതിയൊരു വഴി കണ്ടെത്തുന്നത് യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്ക്, ഇന്ത്യയിലേക്ക്. അപ്പം അതുകൊണ്ട് തന്നെ ആ ആധിപത്യം നിലനിർത്തുക എന്നുള്ളത് പോർച്ചുഗീസുകാരുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഇതായിരുന്നു, ഏറ്റവും അത്യാവശ്യമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. അത് മറ്റ് യൂറോപ്യൻ ശക്തികളൊന്നും അതുവഴി കടന്നു വരാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പം ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ അൽമേഡ ആവിഷ്കരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുടെ പേരായിരുന്നു നീല ജലനയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി. എന്താണ് പറഞ്ഞത്? നീല ജലനയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് PSC. ബ്ലൂ വാട്ടർ പോളിസി ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയിയുടെ പേര് ആരാണ്? അൽമേഡയാണ്, ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അപ്പോൾ ഓർത്തു വയ്ക്കണം, ഇതെന്താ ഈ ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്നത്? നാവികപ്പടയുടെ സഹായത്തോടു കൂടിയിട്ട് സമുദ്ര മേധാവിത്വം നിലനിർത്തുക. നാവികപ്പടയുടെ സഹായത്തോടു കൂടിയിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആധിപത്യം, മേധാവിത്വം ആര് തന്നെ നിലനിർത്തണം? പോർച്ചുഗീസുകാർ നിലനിർത്തുക. ഇനി അതേസമയം നിങ്ങൾ ഓർത്തു വയ്ക്കുക, അദ്ദേഹം നിരവധി കോട്ടകളൊക്കെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് പണിതിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കോട്ടയാണിത്. 1505 നമ്മുടെ കണ്ണൂരിൽ പണി കഴിപ്പിച്ച കണ്ണൂർ കോട്ട അഥവാ സെൻറ്റ് ആഞ്ചലോസ് കോട്ട. അപ്പോൾ ഓർത്തു വെക്കണം, ചോദിച്ചിട്ടുള്ളതാണ് 1505 കണ്ണൂർ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാന്നുള്ളത്. ആരാണ്? അൽമേഡയാണ്. അതേസമയം നമ്മുടെ 5 ദ്വീപ്, ഗോവയിലെ മലാക്ക, കൊച്ചി, കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ, പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് അൽമേഡ എന്തും കൂടെ പണി കഴിപ്പിച്ച് നിരവധി കോട്ടകൾ പണി കഴിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്കതിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയുടെ പേരാണ് 1505 പണി കഴിപ്പിച്ച കണ്ണൂർ കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തു വയ്ക്കുക, ആദ്യത്തെ വൈസ്രോയിയുടെ പേരാണ് നമ്മൾ പറഞ്ഞത്. ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അൽമേഡയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്
ഉറപ്പായിട്ടും ഏതാണ്? ബ്ലൂ വാട്ടർ പോളിസിയാണ്, അതായത് നീലജല നയം. പിന്നെ 1505 കണ്ണൂർ കോട്ടയും. അത് രണ്ടും ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറയുന്ന പോയിന്റും ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അപ്പോൾ ഓർത്തു വയ്ക്കണം, അൽമേഡയ്ക്ക് ശേഷം രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് ചുമതലയേൽക്കുന്നത് ആരാണ്? അൽബുക്കർക്കാണ്. ആരാണ്? അൽബുക്കർക്ക്. അപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയുടെ പേരാണ് ആരാണ്? അൽബുക്കർക്ക്. അപ്പോൾ അൽബുക്കർക്കിൻ്റെ ഭരണകാലഘട്ടം കൂടെ ഓർത്തു വയ്ക്കണം. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇയറുകളൊക്കെ ചോദിക്കാറുണ്ട്. 1509 മുതൽ 1515 വരെ. എത്ര മുതൽ എത്ര വരെ? 1509 മുതൽ 1515 വരെ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അൽബുക്കർക്കാണ്. എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ, അതായത് ഏറ്റവും പ്രഗത്ഭനായിരുന്ന പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു ആര്? അൽബുക്കർക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും, നിരവധി കോട്ടകളുണ്ട് ഇന്ത്യയിലും കേരളത്തിലൊക്കെ ആയിട്ട്. അതിൽ മാനുവൽ കോട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂറോപ്പിൽ നിന്നും എത്തിയ ശക്തികളുടെ, യൂറോപ്യന്മാരുടെ ഇന്ത്യയിലെ തന്നെ ആദ്യ കോട്ടയുടെ പേരാണെന്ത്? മാനുവൽ കോട്ട. ഇന്ത്യയിൽ യൂറോപ്യന്മാരുടെ ആദ്യ കോട്ടയാണിത്, മാനുവൽ കോട്ട. ഈ മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് ആരാണെന്ന് PSC ചോദിച്ചിട്ടുള്ളതാണ്. ആരാണ്? അൽബുക്കർക്കാണ്. ഇപ്പം എന്നാ പണി കഴിപ്പിക്കുന്നത്? 1503 ഏത് വർഷമാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്? 1503. അപ്പോൾ ഓർത്ത് വയ്ക്കുക, യൂറോപ്യന്മാരുടെ ഇന്ത്യയിലെ ആദ്യ കോട്ടയുടെ പേരാണ് മാനുവൽ കോട്ട. അത് പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ആരാ അതിന് നേതൃത്വം കൊടുത്തത്? അൽബുക്കർക്കാണ്. അൽമേഡ പണി കഴിപ്പിച്ചതാണ് ഏത്? കണ്ണൂർ കോട്ട എന്ന് പറയുന്നത്. ഇനി ഈ മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൊച്ചിയിലാണ്, എറണാകുളത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ കോട്ടയ്ക്ക് പല പേരുകളുണ്ട്. ഇത് പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട എന്നിങ്ങനെ പല പേരുകളിലായിട്ടത് അറിയപ്പെടുന്നുണ്ട്. ഇനി ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യനാണ്, 1510 ഏത് വർഷമാണ് പറഞ്ഞത്? 1510. 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുക്കുകയും കൊച്ചിയിൽ നിന്നും തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റുകയും ചെയ്തത് ഏത് വൈസ്രോയി ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? അൽബുക്കർക്കാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ടത്, പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ കേന്ദ്രം, തലസ്ഥാനമൊക്കെ ആയിരുന്നത് തുടക്കത്തിൽ കൊച്ചിയായിരുന്നു. അത് 1510 ഗോവയിലേക്ക് മാറ്റിയത് അൽബുക്കർക്കാണ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്തിട്ടാണ് കൊച്ചിയിൽ നിന്നും തലസ്ഥാനം ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്, ഗോവയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ആര്? അൽബുക്കർക്ക്. അപ്പം വർഷം ചോദിച്ചിട്ടുണ്ട്, ആ പ്രദേശം ചോദിച്ചിട്ടുണ്ട്, ആര് പിടിച്ചെടുത്തു, ആര് തലസ്ഥാനം മാറ്റി എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുള്ളതാണ്. ഇനി അതേസമയം നിങ്ങൾ ഓർത്തു വയ്ക്കുക, 1511 മലാക്ക എന്ന് പറയുന്നൊരു പ്രദേശം കൂടെ ആര് പിടിച്ചെടുക്കുന്നു? അൽബുക്കർക്ക് പിടിച്ചെടുക്കുന്നു. ഗോവ പിടിച്ചെടുത്തു, മലാക്ക പിടിച്ചെടുത്തു. ഇനി അതേസമയം നമ്മൾ കേട്ടിട്ടുണ്ടാകും വിജയനഗര സാമ്രാജ്യം. വിജയനഗര സാമ്രാജ്യവുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന ഒരു പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയുടെ അന്തർഭാഗങ്ങളിലേക്ക്, ഉൾഭാഗങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലാനും അവിടുത്തെ പ്രദേശങ്ങൾ കീഴ്പ്പെടുത്താനൊക്കെ നമ്മുടെ അൽബുക്കർക്കിന് ഏറെ സഹായകമാവുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തു വയ്ക്കുക, വിജയനഗര സാമ്രാജ്യവുമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്ന പോർച്ചുഗീസ് വൈസ്രോയിയുടെ പേരാണ് എന്ത്? അൽബുക്കർക്ക്. ഇനി അൽബുക്കർക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിശ്ര കോളനി സമ്പ്രദായമാണ്. ഏത് സമ്പ്രദായമാണ്? മിശ്ര കോളനി. ഇങ്ങനെ ചോദിച്ചു, മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയിയുടെ പേരെന്താണെന്നുള്ളത്. ആരാണ്? അൽബുക്കർക്കാണ്. പിന്നെ മിശ്ര കോളനി സമ്പ്രദായം എന്ന് പറയുന്നത് നമ്മുടെ പോർച്ചുഗീസുകാരെ കൊണ്ട് ഭാരതീയ സ്ത്രീകളെ വിവാഹം കഴിപ്പിക്കുക. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് പോർച്ചുഗീസുകാരോട് കൂടുതൽ കൂറുണ്ടാകുന്നുള്ളൊരു വിശ്വാസം ആർക്കുണ്ടായിരുന്നു? അൽബുക്കർക്കിനുണ്ടായിരുന്നു. ഇതാണ് മിശ്ര കോളനി സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. പക്ഷേ
ഇത് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ തകർച്ചയ്ക്കിടയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പിന്നീട് മാറുകയും ചെയ്തു ഈ ഒരു സമ്പ്രദായം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹിന്ദുക്കളെ അഭ്യസ്ത വിദ്യരാക്കുന്നതിനായിട്ട് അദ്ദേഹം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഗോവയിലടക്കം സദ്യ അദ്ദേഹം നിരോധിച്ചു. കൂടാതെ ഹിന്ദുക്കളെ സൈന്യത്തിൽ ചേർത്തു. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഹിന്ദുക്കളെയൊക്കെ ഇത്രയും വിദ്യാഭ്യാസം കൊടുക്കുന്നതും അല്ലെങ്കിൽ സൈന്യത്തിലൊക്കെ ചേർക്കുന്നത്. പുതിയ നാണയ പരിഷ്കാരങ്ങളൊക്കെ ഇവിടെ നടപ്പിലാക്കി. പക്ഷേ അൽബുക്കർക്കിന് ഏറ്റവും കൂടുതൽ ശത്രുത വെച്ച് പുലർത്തിയിരുന്നത് ആരോടായിരുന്നു? ഒന്ന് അറബികളാണ്, രണ്ട് നാവികന്മാരോടായിരുന്നു. ഓർത്തു വയ്ക്കുക, അറബി വ്യാപാരികളെയും നാവികരെയും അദ്ദേഹം കൊലപ്പെടുത്തിയിരുന്നു, കശാപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അതിനുള്ള കാരണം എന്താണ്? നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇവിടത്തേക്ക് വ്യാപാര കുത്തക കൂടുതലും കൈവശം വെച്ചിരുന്നത് അറബികളാണ്. രണ്ട്, നാവികരാണ് പുതിയ പ്രദേശങ്ങളൊക്കെ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവരോട് വലിയ ശത്രുത ആർക്കുണ്ടായിരുന്നു? അൽബുക്കർക്കിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ ഒന്നെങ്കിൽ ഇവരുടെ കപ്പലുകളൊക്കെ കണ്ടുകെട്ടും, അതല്ലെങ്കിൽ അവരെയൊക്കെ കൊലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് ഒരു 2 സന്ധികൾ PSC ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. അതിലൊന്ന് 1513 കണ്ണൂർ സന്ധിയും 2 1540 പൊന്നാനി സന്ധിയുമാണ്. അപ്പം നമുക്ക് നോക്കാം. ഇത് രണ്ടും ഓർത്തു വയ്ക്കണം. ഇത് രണ്ടും കോഴിക്കോട് ഭരണാധികാരിയായിരുന്ന സാമൂതിരിയുമായിട്ട് ചേർന്ന് ഒപ്പുവെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, പോർച്ചുഗീസുകാരും സാമൂതിരിയും ചേർന്ന് ഒപ്പുവെച്ചതാണ് ആദ്യത്തെ കണ്ണൂർ സന്ധി എന്ന് പറയുന്നത്. വർഷം 1513. അപ്പോൾ ഈ ഒരു സന്ധിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കോഴിക്കോട് പോർച്ചുഗീസുകാർക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ കോട്ട കെട്ടാനും വാണിജ്യം നടത്താനുള്ള ഒരു അനുവാദം ഈ ഒരു സന്ധിയിലൂടെ ആർക്ക് ലഭിക്കുന്നു? പോർച്ചുഗീസുകാർക്ക് ലഭിക്കുന്നു. രണ്ടാമത്തെന്ന് പറയുന്നത് പൊന്നാനി സന്ധിയാണ്. 1540. കോഴിക്കോട് തുറമുഖത്തിൻ്റെ വാണിജ്യ ആധിപത്യം പോർച്ചുഗീസുകാർ നേടിയെടുത്ത സന്ധിയാണ് ഇത് പൊന്നാനി സന്ധി എന്ന് പറയുന്നത്. വർഷം 1540. ആരൊക്കെ ചേർന്ന് ഒപ്പുവെച്ചത്? സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ. കഴിഞ്ഞു. 1515 നമ്മുടെ അൽബുക്കർക്ക് ഗോവയിൽ വെച്ച് അന്തരിക്കുന്നു. അദ്ദേഹത്തിന് ശേഷം അടുത്ത പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് വരുന്നത് ആരാണെന്ന്? ലോപ്പോസോറസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ടത് 3 പ്രധാനപ്പെട്ട പോർച്ചുഗീസ് വൈസ്രോയിമാർ, രണ്ടുപേരാണ് വളരെ പ്രധാനപ്പെട്ടത്. ആദ്യത്തത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ, രണ്ടാമത്തത് അൽബുക്കർക്ക്, മൂന്നാമത്തത് ലോപ്പോസോറസ്. ഇവർ 3 ആരാണ്? പോർച്ചുഗീസ് വൈസ്രോയിമാരാണ്. നമ്മൾ ആദ്യം പഠിച്ച 3 പേരുകളെന്ന് പറയുന്നത് വാസ്കോ ഡി ഗാമ, രണ്ടാമത്തത് കബ്രാള്, മൂന്നാമത്തത് ജാവോ ഡ നോവ. അവർ 3 പേരെന്ന് പറയുന്നത് എന്താണ്? അത് നാവികന്മാരായിരുന്നു. അതിൽ വാസ്കോ ഡി ഗാമയുടെ അവസാനത്തെ ഇന്ത്യയിലേക്കുള്ള സന്ദർശനം എന്ന് പറയുന്നത് പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ്. താങ്ക് യു.